ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ് ചെയ്യുന്നപ്പോൾ പുതുപുത്തമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫ്രീലാൻസിങ് ആണ്. ഫ്രീലാൻസിങ് ഞാൻ തമ്പനയിൽ കൊടുത്ത പോലെ ബെസ്റ്റ് വേ ടു മേക്ക് മണിയാണ്. അതായത് ഒരു ബിഗിനറെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം ഒരു എന്തിനു വേണ്ടായാലും ജസ്റ്റ് ഒരു പൈസ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് ആണ്. അപ്പോൾ ഫ്രീലാൻസിങ് എങ്ങനെ തുടങ്ങാമെന്ന്, അതായത് നമ്മളിപ്പോൾ തുടക്കം തൊട്ട് ഒരു ഒന്നും അറിയാത്ത ആൾക്ക് എങ്ങനെ ഫ്രീലാൻസിങ് തുടങ്ങാമെന്നും ഫ്രീലാൻസിങ്ങിൽ എങ്ങനെ അടിപൊളിയാവാമെന്നൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ഇടയ്ക്ക് വർക്ക് ചെയ്യാറുണ്ട്, വീഡിയോ എഡിറ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 30 days 30 ഫൈനാൻസ് കണ്ടന്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഫ്രീലാൻസിങ്ങിനെ കുറിച്ചാണ്. ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 0 rupees സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മണി മേക്കിംഗ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ജസ്റ്റ് ഒരു ഇതിൽ വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ചിലവൊന്നും ഉണ്ടാവില്ല ഫ്രീലാൻസിങ് തുടങ്ങുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ബിഗിനറെ സംബന്ധിച്ച് ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റിയ സംഭവം, ഒരു അടിപൊളി വഴി എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ആൾക്കാരും ചൂസ് ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് ആണ്. ഫ്രീലാൻസിംഗ് എന്ന് വെച്ചാൽ ഫ്രീലാൻസിൻ്റെ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. അതിന് മുമ്പ് ഫ്രീലാൻസിങ് എന്താണെന്ന് പറയാം. നമ്മൾ സാധാരണ പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യും. കമ്പനിയിലത്തെ ഓണേഴ്സ് ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മളവിടുത്തെ എംപ്ലോയീസ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഓണർ അല്ലെങ്കിൽ മെയിൻ ആൾ പറയുന്ന വർക്കായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്യും, എന്നിട്ട് മെയിൻ ആൾക്കാർക്ക് കൊടുക്കും. മെയിൻ ആൾക്കാർ അത് ശരിക്ക് ഏത് കമ്പനിയാണോ അവർക്ക് വർക്ക് കൊടുത്ത് അവർക്ക് കൊടുക്കും. അപ്പം നമ്മുടെ ഒരു മിഡിൽ മാൻ ഉണ്ടാവും, അതായത് നടുവിലൊരാളുണ്ടാവും. നമ്മുടെ മറ്റേ വർക്ക് തന്ന ആളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു മിഡിൽ മാൻ ഉണ്ടാവും. ഫ്രീലാൻസിങ്ങിൽ അത് ഉണ്ടാവില്ല. അതായത് നമ്മൾ ഡയറക്റ്റ് ക്ലയൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഒരാൾ വർക്ക് തന്നു, അപ്പോൾ ഞാൻ അയാൾക്ക് നേരെ അയാൾ എന്താണെന്ന് പറഞ്ഞത്, ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണ്, എഡിറ്റിംഗ് അത് എഡിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അയാൾക്ക് നേരിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ അയാൾ എനിക്കൊരു പേയ്മെൻറ്റ് തരും. അപ്പോൾ അതാണ് ഫ്രീലാൻസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു സ്കില്ല് തിരഞ്ഞെടുക്കലാണ്. അതായത് ഇപ്പോൾ ഇഷ്ടംപോലെ ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ സ്കില്ലുകളുണ്ട്. ഒന്നാമത്തെ എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഒന്ന് വീഡിയോ എഡിറ്റിംഗ് ആണ് ഫ്രീലാൻസിങ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് അടിപൊളിയായിട്ടുള്ള ഫ്രീലാൻസിങ് സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഡിങ്, പിന്നെ അതുപോലെ തന്നെ വെബ്സൈറ്റ് ബിൽഡിങ്, പിന്നെ അതുപോലെ തന്നെ ടെംപ്ലേറ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കൽ. ഒരുവിധം ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരുവിധം സംഭവങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരുവിധം നല്ല സംഭവങ്ങളൊക്കെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ആൾക്കാർ ചെയ്യുന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ 3 സംഭവങ്ങൾ: എഡിറ്റിങ്, ഡിസൈനിങ്, പിന്നെ അതേപോലെ തന്നെ വെബ്സൈറ്റ് ബിൽഡിങ് അല്ലെങ്കിൽ കോഡിങ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് മിക്കവാറും അതെല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ വേറെ കുറേ വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഏത് ഫീൽഡ് ഇഷ്ടമെന്ന് വെച്ചാൽ ആദ്യം ഒരു ഫീൽഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ രണ്ടാം സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡ് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിൽ സ്കിൽസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യം പറയും. വീഡിയോ എഡിറ്റിംഗ് ആണ് ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് ബേസിക് തൊട്ടുള്ള എല്ലാ സംഭവങ്ങളും പഠിക്കുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എഡിറ്റിങ്ങുകൾ എന്തൊക്കെയാണ്, ആൾക്കാർക്ക് ആവശ്യമുള്ള എഡിറ്റുകൾ എങ്ങനെയൊക്കെയാണ്, അതൊക്കെ എങ്ങനെ ചെയ്യുക, ഏതൊക്കെ സോഫ്റ്റ്വെയറിലാണ് ചെയ്യുക, സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ് ഉള്ളത്, അപ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയറുകളാണ് പഠിക്കേണ്ടത്, അതൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. നല്ല സോഫ്റ്റ്വെയറുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ സ്കില്ല് ഏതാണോ അതിൽ ഏറ്റവും അടിപൊളിയാവാൻ, അതായത് ഒരു ഫീൽഡിൽ ഏറ്റവും ബെസ്റ്റ് ആവാൻ നമ്മൾ നോക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രീലാൻസിങ്ങിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. പോർട്ട്ഫോളിയോ എന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് നല്ല രീതിയിൽ പഠിച്ചു, പക്ഷേ നിങ്ങൾക്ക് വർക്ക് വേണം. വർക്ക് കിട്ടിയാലേ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യാഷ് കിട്ടാൻ നിങ്ങൾക്ക് വർക്ക് വേണം. അപ്പോൾ വർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ക്ലയൻസായിട്ട് മെസ്സേജ് അയക്കണം. അതായത് ഇപ്പോൾ നമുക്ക് വർക്ക് തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് കണ്ടിട്ട് അവർ ഇങ്ങോട്ട് മെസ്സേജ് അയക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് വർക്കുകൾ വേണം. അതായത് നമ്മളിങ്ങനെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ ഗ്രാഫിക് ഡിസൈൻ ചെയ്യും എന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ഡിസൈനിങ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങുകളൊക്കെ ചെയ്ത് വെച്ച കുറച്ച് സെറ്റായിട്ടുള്ള സംഭവങ്ങൾ, അതായത് നല്ല അടിപൊളിയായിട്ട് ആൾക്കാർക്ക് കണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് വർക്കുകൾ നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെക്കണം. അതാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ എവിടെയെങ്കിലും സേവ് ചെയ്തിടാം. എന്നിട്ട് ക്ലയൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത വർക്കുകൾ എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എടുത്ത് അയച്ചു കൊടുക്കുക. അപ്പോൾ അതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ എന്തായാലും അത്യാവശ്യമാണ്. ഇങ്ങനത്തെ ഫ്രീലാൻസിങ്ങിൽ മെയിനായിട്ട് നല്ല രീതിയിൽ അത്യാവശ്യമുള്ള സംഭവമാണ്. അതായത് ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ആളാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും അവർ ചോദിക്കും നിങ്ങൾ ചെയ്ത വർക്ക്സ് അയക്കി നിങ്ങളുടെ പോർട്ട്ഫോളിയോ അയക്കാൻ പറയും. അപ്പോൾ നമ്മളിത് അയച്ചു കൊടുക്കണം. അപ്പോഴേ നമുക്ക് അവർ ഓക്കെ പറയുള്ളൂ. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ പറയും. ഓക്കെ, അപ്പോൾ അതായിരുന്നു അടുത്ത സ്റ്റെപ്പ്. പിന്നെ അതേപോലെ തന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലയൻസിനെ കണ്ടുപിടിക്കലാണ്. ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ 2 വഴിയുണ്ട്. അതായത് ഒന്ന് നമുക്ക് നേരിട്ട് അവരെ അപ്രോച്ച് ചെയ്യാം. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ വേണമെങ്കിൽ നമ്പറൊക്കെ തപ്പിയെടുത്ത് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. നമ്മളിങ്ങനെ വർക്ക് ചെയ്യും, നിങ്ങൾക്ക് വല്ല വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തന്നാൽ മതി, നമ്മുടെ പോർട്ട്ഫോളിയോ ഇതാണെന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനത്തെ വീഡിയോ എഡിറ്റിങ് സംഭവങ്ങളൊക്കെ ചെയ്യും, ഇങ്ങനത്തെ ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നു പറഞ്ഞാൽ അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ വർക്ക് ഉണ്ടെങ്കിൽ അവർ നമുക്ക് തരും. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത വർക്കുകൾ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ
ഇൻസ്റ്റാഗ്രാമാണ് നല്ലത്. റീൽസായിട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ കൊടുക്കുക. അതായത് നമ്പറോ എന്തെങ്കിലും ജസ്റ്റ് മെസ്സേജ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയും നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രീലാൻസിങ്ങിൽ മെയിനായിട്ട് വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീലാൻസിങ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ ബിഗിനർ, നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ആളാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി സംഭവമാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ എവിടെയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്താം. ഒരു അടിപൊളിയാണ് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.